ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇത്താസ് ഫുഡ്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കുഞ്ഞിപ്പത്തിലാണ്. ചിലർ ഇതിനെ കക്ക റൊട്ടി എന്നും പറയും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. വീഡിയോ ലെങ്ത് ആകുന്നത് കൊണ്ടാണ് ഞാൻ കുഴക്കുന്നത് ഇതിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി നടുവിൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചിരവി അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകവും പിന്നെ മഞ്ഞളും ഇട്ട് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതൊന്ന് നന്നായി ഉടക്കണം. അത് ചൂടാറിയതിന് ശേഷം മാത്രം. അതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ കറി നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിപ്പൊടി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ തന്നെ ചിക്കൻ കറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടായിരുന്നു. അതിൽ ചിക്കൻ കറിയും ഉണ്ട്. ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ബൈ ബൈ.